Good morning, students. Today we discuss the chapter 4 Automobile Power Transmission Elements. Figure shows the schematic diagram of automobile power transmission system. Okay, be familiar the names. Somebody may be seeing. They are clutch, gearbox, engine, etc. The sequence of power transmission element in automobile are from engine, clutch, gearbox, propeller shaft, differential, rear axles and wheels. Okay. First one, clutch. Clutch, it is a device to engage and disengage the engine from transmission system without stopping the engine. Clutch is the device used to engage and disengage the engine from the transmission system without stopping the engine. Okay. It is located in between engine and transmission system, that is gearbox. It is located in between engine and gearbox. ഇതാണ് നമ്മുടെ ക്ലച്ച് എന്ന് പറയുന്നത്. ക്ലച്ച് ഈ ഏരിയയിലാണ്, എഞ്ചിന്റെയും ഗിയർ ബോക്സിന്റെയും ഇടയിലാണ് ക്ലച്ച് സ്ഥിതി ചെയ്യുന്നത്. എഞ്ചിന്റെ പവർ, പ്രൈം മൂവറാണ് നമ്മുടെ എഞ്ചിൻ. ഈ പ്രൈം മൂവർ നമ്മുടെ ഫ്യൂവലിന്റെ കെമിക്കൽ എനർജി മെക്കാനിക്കൽ എനർജി കൺവേർട്ട് ചെയ്തു. അത് റൊട്ടേറ്റിംഗ് മോഷനായി. ആ റൊട്ടേറ്റിംഗ് മോഷൻ ഒരു ഫ്ലൈ വീലും ഒരു ഷാഫ്റ്റും ഒക്കെ ഉണ്ട്. അവിടെ ആ ഫ്ലൈ വീലിൽ നിന്നുള്ള ഷാഫ്റ്റ് വഴി എന്ത് ചെയ്യും? ആ കണക്ഷൻ നേരെ ക്ലച്ചിലേക്ക് വരും. എന്താണ് ഇവിടെ ക്ലച്ച് ചെയ്യുന്നത്? ക്ലച്ച് എഞ്ചിനും ഗിയർ ബോക്സും തമ്മിൽ കണക്ഷൻ നൽകുകയും അതേസമയം കണക്ഷൻ വിച്ഛേദിക്കുകയും ചെയ്യുന്ന ഒരു ഉപകരണമാണ്. നമുക്ക് ഗിയർ ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യുന്നു? ഈ എഞ്ചിൻ ഓഫാക്കാതെ തന്നെ എഞ്ചിന്റെ പവർ എവിടേക്ക് എത്തരുത്? ഗിയറിലേക്ക് എത്തരുത്. അതിനു വേണ്ടിയാണ് നമ്മളിവിടെ ക്ലച്ച് ഉപയോഗിക്കുന്നത്. അപ്പൊ നമുക്ക് ഗിയറിന്റെ ലിവർ ഉപയോഗിച്ചിട്ട് ഗിയറിന്റെ പൊസിഷൻ മാറ്റാൻ വേണ്ടി ഈ ക്ലച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു? ഡിസെൻഗേജ് ചെയ്യുന്നു. ഡിസെൻഗേജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എഞ്ചിന്റെ കണക്ഷൻ അല്ലെങ്കിൽ എഞ്ചിന്റെ പവർ ഗിയർ ബോക്സ് വരാതെ ഈ ക്ലച്ചില് അവിടെ നിൽക്കും. ഓക്കെ, എഞ്ചിൻ കറങ്ങിക്കൊണ്ടിരിക്കും, അതേസമയം ഗിയർ ബോക്സിന്റെ കറക്കം മാറും. ഇതാണ് ഈ ക്ലച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് ഇൻ ബിറ്റ്വീൻ എഞ്ചിൻ ആൻഡ് ഗിയർ ബോക്സ്. എഞ്ചിൻ എന്ന് പറയുമ്പോൾ തന്നെ അതിന്റെ ഫ്ലൈ വീലിന്റെയും ഗിയർ ബോക്സിന്റെ ഇടയിലാണ് ഏത് സ്ഥിതി ചെയ്യുന്നത്? എഞ്ചിന്റെ ഫ്ലൈ വീൽ ഉണ്ടാവും, ഗിയർ ബോക്സ് ഉണ്ടാവും. ഈ ഗിയർ ബോക്സിന്റെയും എഞ്ചിന്റെ ഫ്ലൈ വീലിന്റെ ഇടയിലാണ് നമ്മുടെ ക്ലച്ച് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ശരിക്കും പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് ഇൻ ബിറ്റ്വീൻ ഫ്ലൈ വീൽ ആൻഡ് ഗിയർ ബോക്സ് എന്ന് പറയാം. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ, ഗിയർ ബോക്സ്. Gearbox is a speed and torque changing device. It is a speed and torque changing device. നമ്മുടെ വാഹനത്തിന്റെ സ്പീഡ് കൂട്ടാനും കുറയ്ക്കാനും നമ്മൾ ഗിയർ ചേഞ്ച് ചെയ്യാണ് ചെയ്യാറ്. അതേപോലെ തന്നെ വാഹനത്തിന്റെ ടോർക്ക് കൂട്ടുകയും കുറയ്ക്കും. എന്താ ടോർക്ക് കൂട്ടുകയും കുറയ്ക്കുകയും വേണം വരുന്നത്? നമ്മുടെ വണ്ടി നിരന്ന റോഡിലൂടെ പോകുമ്പോൾ ടോർക്ക് കുറച്ച് മതി. അതേസമയം കാറ്റം വലിച്ചു പോവുകയാണെങ്കിൽ, കൂടുതൽ ലോഡ് എടുത്ത് പോവുകയാണെങ്കിൽ കൂടുതൽ ടോർക്ക് വേണം. ടോർക്ക് വേണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇതിന്റെ ഗിയർ ഡൗൺ ചെയ്യണം. ഗിയർ അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ സ്പീഡ് കൂടും, പക്ഷേ ടോർക്ക് കുറയും. ഗിയർ ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ സ്പീഡ് കുറയും, ടോർക്ക് കൂടും. അങ്ങനെ രണ്ട് ഫംഗ്ഷൻ ഉണ്ട് ഏതിന്? ഗിയർ ബോക്സിന്. ഒന്ന് changes the speed and it changes the torque.
Okay, it consists of a set of gears whose position can be changed with the help of gear lever. ഇതില് ഒരുപാട് ഈ ഗിയർ ബോക്സിനകത്ത് ഒരുപാട് ഗിയേഴ്സ് ഉണ്ടാവും. ആ ഗിയേഴ്സിന്റെ എല്ലാ പൊസിഷനൊക്കെ മാറ്റാൻ വേണ്ടി നമ്മൾ ഗിയർ ചേഞ്ചിങ് ലിവറും ഉപയോഗിക്കുകയാണ്. നമ്മൾ ബസ്സിന്റെ, ലോറിയുടെ, കാറിന്റെ ഒക്കെ ഒരു ലിവർ കാണാം ഗിയർ ചേഞ്ച് ചെയ്യുന്ന. ആ ഗിയർ ചേഞ്ചിങ് ലിവർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതിനുള്ളിലുള്ള ഗിയറിന്റെ പൊസിഷൻ എല്ലാം മാറ്റാൻ കഴിയും. ഓക്കെ, ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് ബിറ്റ്വീൻ ക്ലച്ച് ആൻഡ് എന്താണ് പ്രൊപ്പല്ലർ ഷാഫ്റ്റ്. Gearbox is located in between clutch and propeller shaft. Okay, yes, ഇത് നമ്മുടെ ക്ലച്ചിന്റെയും പ്രൊപ്പല്ലർ ഷാഫ്റ്റിന്റെയും ഇടയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്, ഗിയർ ബോക്സ് സ്ഥിതി ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ, പ്രൊപ്പല്ലർ ഷാഫ്റ്റ്. ദിസ് ഈസ് ദ പ്രൊപ്പല്ലർ ഷാഫ്റ്റ്. പ്രൊപ്പല്ലർ ഷാഫ്റ്റിന് മുമ്പ് രണ്ട് ജോയിന്റുകൾ നമുക്ക് പരിചയപ്പെടാം. രണ്ട് ജോയിന്റുകൾ. ദിസ് ഈസ് നോൺ ആസ് യൂണിവേഴ്സൽ ജോയിന്റ്സ്. രണ്ട് ക്രോസ് രീതിയിൽ, അതായത് കുരിശിന്റെ രീതിയിൽ രണ്ട് പ്ലസ് ആകൃതിയിൽ രണ്ട് ഷാഫ്റ്റുകൾ ഉണ്ടാവും. പ്ലസ് ആകൃതിയിൽ ആ പ്ലസ് ആകൃതിയിലുള്ള ഷാഫ്റ്റിനെ കണക്ട് ചെയ്യുന്ന രണ്ട് ഇതേപോലെ ഹാഫ് റിംഗ് പോലുള്ള രണ്ട് കണക്ഷൻ ഉണ്ടാവും. അത് നമുക്ക് ഒന്ന് ഇതിലേക്ക് കണക്ട് ചെയ്യും, ഒന്ന് ഇതിലേക്ക് കണക്ട് ചെയ്യും. അപ്പൊ എന്തിനാണ് ഈ യൂണിവേഴ്സൽ ജോയിന്റ് എന്ന് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ പ്രൊപ്പല്ലർ ഷാഫ്റ്റ് താഴുകയോ പൊന്തുകയോ സൈഡിലേക്ക് തിരികെയോ ഇങ്ങോട്ട് തിരികെയോ 4 വർഷത്തേക്ക് തിരിയാനുള്ള ഒരു സംവിധാനം ഇതിലുണ്ട്. ആ പ്ലസ് ആകൃതിയിലുള്ള ഷാഫ്റ്റിന് കൂടെ കടന്നിട്ട് ഇങ്ങനെ അങ്ങോട്ടും തിരിയും ഇങ്ങോട്ടും തിരിയും. അതിനുള്ള സംവിധാനം ഇതിലുണ്ട്. ഈ യൂണിവേഴ്സൽ ജോയിന്റിൽ രണ്ട് യൂണിവേഴ്സൽ ജോയിന്റ്, ഒന്ന് സ്റ്റാർട്ടിങ്ങിലും ഒന്ന് എൻഡിങ്ങിലും. ഇതിന്റെ വർക്കിംഗ് എല്ലാം നമുക്ക് ഇതിന്റെ ഓരോ വർക്കിങ്ങും നമുക്ക് പ്രത്യേകം യൂട്യൂബ് ചാനലിൽ നിന്നും കാണാവുന്നതാണ്. നമുക്ക് നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് ബേസ്ഡ് ആണ് ക്ലാസ്, അതുകൊണ്ട് തന്നെ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഓരോന്നിന്റെയും വർക്കിംഗ്, ക്ലച്ചിന്റെ വർക്കിംഗ് ഉണ്ട്, ഗിയർ ബോക്സിന്റെ വർക്കിംഗ് ഉണ്ട്, പ്രൊപ്പല്ലർ ഷാഫ്റ്റിന്റെ വർക്കിംഗ് ഉണ്ട്, യൂണിവേഴ്സൽ ജോയിന്റിന്റെ വർക്കിംഗ് എല്ലാ ഫൈനൽ ഡ്രൈവിന്റെ ഡിഫറൻഷ്യലിന്റെ വർക്കിംഗ് എല്ലാം നമുക്ക് എവിടെ കാണാം? നമ്മുടെ യൂട്യൂബ് ചാനലിൽ, യൂട്യൂബുകളിൽ അവൈലബിൾ ആണ്. യൂട്യൂബിൽ ആനിമേഷൻ വീഡിയോസ് അവൈലബിൾ ആണ്. അത് നോക്കി നിങ്ങൾ മാക്സിമം പഠിക്കാൻ ശ്രമിക്കുക. ഇപ്പോൾ നമ്മൾ ടെക്സ്റ്റ് ബുക്ക് ബേസ്ഡ് ക്ലാസ് ആയതുകൊണ്ട് ഡീറ്റെയിലേക്ക് കിടക്കുന്നില്ല. ഓക്കെ, നെക്സ്റ്റ് വൺ, പ്രൊപ്പല്ലർ ഷാഫ്റ്റ്. Propeller shaft is a driving shaft. Propeller shaft is a driving shaft which connects gearbox and differential. Okay. It have a slip joint. ഈ പ്രൊപ്പല്ലർ ഷാഫ്റ്റിന് ഒരു സ്ലിപ്പ് ജോയിന്റ് അവിടെ കാണിച്ചിട്ടില്ല, നമ്മുടെ ബുക്കിൽ ഇല്ലാത്തതുകൊണ്ട് കാണിച്ചിട്ടില്ല, എങ്കിലും ജസ്റ്റ് ഒന്ന് പറഞ്ഞുള്ളൂ. ഇവിടെ ഒരു സ്ലിപ്പ് ജോയിന്റ് ഉണ്ടാവും, കുറെ സ്ലോട്ടുകളും ഇങ്ങനെ മൂവ് ചെയ്യുന്ന ഒരു ജോയിന്റ് ഉണ്ടാവും. പക്ഷെ അങ്ങനെ കറങ്ങത്തില്ല, നല്ല ഗ്രിപ്പായിരിക്കും. ഇതേപോലെ ഇങ്ങനെ മൂവ് ചെയ്യുന്ന സ്ലിപ്പ് ജോയിന്റ് ആണ്. സ്ലിപ്പ് ജോയിന്റ് അലോസ് ചേഞ്ച് ഇൻ ലെങ്ത് ഓഫ് പ്രൊപ്പല്ലർ ഷാഫ്റ്റ്. സ്ലിപ്പ് ജോയിന്റ് അലോസ് ചേഞ്ച് ഇൻ ലെങ്ത് ഓഫ് പ്രൊപ്പല്ലർ ഷാഫ്റ്റ്. പ്രൊപ്പല്ലർ ഷാഫ്റ്റിന്റെ ലെങ്ത് കൂടാനും കുറയാനും സഹായിക്കുന്ന ഒരു സ്ലിപ്പ് ജോയിന്റ് ഇവിടെ ഉണ്ടാവും. നിങ്ങളുടെ ലോറിയുടെ ഒക്കെ ബസ്സിന്റെ ഒക്കെ അടിഭാഗത്തിൽ നോക്കി കാണാം, വലിയൊരു ഷാഫ്റ്റ്, ഒരു ചെരിഞ്ഞു നിൽക്കുന്ന ഷാഫ്റ്റ് കാണാം. ആ ഷാഫ്റ്റിന്റെ ഏകദേശം ഇവിടെ ഇങ്ങനെ ആയിട്ട് ഒരു ജോയിന്റും കാണാം. ഓക്കെ, നെക്സ്റ്റ് ഡിഫറൻഷ്യൽ. അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് ഡിഫറൻഷ്യൽ. ഓക്കെ, differential is the mechanism used to changes the rotating power of propeller shaft at right angles towards the driving wheels. ഈ റൊട്ടേഷൻ, പ്രൊപ്പല്ലർ ഷാഫ്റ്റിന്റെ പ്രൊപ്പല്ലർ ഷാഫ്റ്റ് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ റൊട്ടേറ്റിംഗ് പവർ എന്ത് ചെയ്യുന്നു? ചേഞ്ചസ്
the rotating power from the propeller shaft at right angle. ഇതിപ്പോൾ ഇങ്ങനെയാണ് റൈറ്റ് ആംഗിൾ ടു ദ ഡ്രൈവിംഗ് വീൽസ്. ഇതിപ്പോൾ ഇങ്ങനെയാണ് കറങ്ങുന്നത്. നമ്മുടെ ടയറ് ഇങ്ങനെയാണ് കറങ്ങുന്നത്. അപ്പോൾ ഈ ഡ്രൈവ് വീൽ ഇങ്ങനെ കറക്കുന്ന 90 ഡിഗ്രി ആംഗിൾ റൈറ്റ് ആംഗിൾ ആക്കിയിട്ട് ചേഞ്ച് ചെയ്യുന്ന ഈ ഷാഫ്റ്റിന്റെ ഈ കറക്കം, അതായത് ഇങ്ങനെയാണ് കറങ്ങുന്നത്, ഇവിടെ ഇങ്ങനെയാണ് കറങ്ങുന്നത്. അപ്പൊ ഈ കറക്കത്തെ ഇങ്ങനെ ആക്കി മാറ്റാൻ വേണ്ടി 90 ഡിഗ്രി എന്ത് ചെയ്യണം, അതിന്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യണം. അതിന് ഉപയോഗിക്കുന്ന ഒരു സംവിധാനമാണ് what is differential. It's a mechanism used to changes the rotating power from propeller shaft at right angles towards the driving wheels. Okay. It helps the outer wheel runs faster. It helps the outer wheel runs faster than inner wheel. Runs faster than inner wheels while taking a turn. നമ്മുടെ വണ്ടി ഒരു ടേൺ എടുക്കുകയാണ്, അത് നല്ലൊരു വളവ് കാണും. നല്ലൊരു വളവ് വരുന്ന സമയത്ത് ഇത് ഔട്ടർ വീലും ഇത് ഇന്നർ വീലും, ഔട്ടർ വീലും ഇന്നർ വീലും. അപ്പൊ നമ്മുടെ ഔട്ടർ വീലില് ഇത്രയും ദൂരം, കൂടുതൽ ദൂരവും ഇന്നർ വീലും കുറച്ച് ദൂരവും സഞ്ചരിച്ചാൽ മതി. കൂടുതൽ ദൂരം സഞ്ചരിക്കാൻ എന്ത് ചെയ്യണം, ഈ ടയറ് ഇതിനെ അപേക്ഷിച്ച് ഈ ടയറ് കൂടുതൽ ഫാസ്റ്റ് ആയിട്ട് കറങ്ങും. ഓക്കെ, അതാണ് ഇപ്പൊ പറഞ്ഞ ഡിഫറൻഷ്യൽ ചേഞ്ചസ് അല്ലെങ്കിൽ ഹെൽപ്സ് ടു outer wheel faster than the inner wheels while taking a turn. വളവ് ചെയ്യുമ്പോൾ ഇതിന്റെ ഔട്ടർ വീൽ സ്പീഡിലും ഇന്നർ വീല് സ്ലോയുമായിട്ട് മാറ്റാൻ എന്ത് സഹായിക്കുന്നു, നമ്മുടെ ഡിഫറൻഷ്യൽ സഹായിക്കുന്നു. ഓക്കെ, and gives same speed in the case of straight road. സ്ട്രേറ്റ് റോഡ് ആണ സമയത്ത് നമുക്ക് എന്ത് ചെയ്യണം, രണ്ടിനും രണ്ട് വീലും ഒരേ സ്പീഡ് വേണം. രണ്ട് വീലും ഒരേ സ്പീഡ് കറങ്ങി മാത്രമേ നേരെ പോകത്തുള്ളൂ. ഒരു വീല് സ്പീഡിൽ, ഒരു വീട് പതുക്കെ, ഒരു വീല് സ്ലോയിൽ കറങ്ങി കഴിഞ്ഞാൽ വണ്ടി എന്തായാലും വളയും. ഓക്കെ, അപ്പൊ സ്ട്രേറ്റ് റോഡിലാകുമ്പോൾ എന്ത് ചെയ്യണം, ഇത് നേരെ പോവുകയും വേണം. ടേണിങ് വരുമ്പോൾ ഔട്ടർ വീൽ ഫാസ്റ്ററും ഇന്നർ വീല് സ്ലോ ആക്കുകയും വേണം. ഇതിനെല്ലാം സഹായിക്കുന്ന ഒരു മെക്കാനിസമാണ് എന്ത്, ഡിഫറൻഷ്യൽ എന്ന് പറയുന്നത്. അപ്പൊ എന്തെല്ലാം യൂസായി, 3 യൂസായി. വൺ ഈസ് പ്രൊപ്പല്ലർ ഷാഫ്റ്റിന്റെ ഈ ഡയറക്ഷനിലുള്ള റൊട്ടേഷനെ റൈറ്റ് ആംഗിളില് തിരിച്ചു, 90 ഡിഗ്രി തിരിച്ചു. അപ്പൊ റൊട്ടേഷനെ 90 ഡിഗ്രി തിരിക്കാൻ വേണ്ടി എന്ത് ഉപയോഗിക്കുന്നു, ഡിഫറൻഷ്യൽ ഉപയോഗിക്കുന്നു. ഔട്ടർ വീലിനെ ഫാസ്റ്റും ഇന്നർ വീലിനെ സ്ലോ ആയി മാറ്റാൻ ഏത് സമയത്ത്, ടേണിങ് സമയത്ത്. അതായത് സ്ട്രേറ്റ് റോഡിലൂടെ പോകുമ്പോൾ എന്ത് ചെയ്യുന്നു, രണ്ട് വീലും ഒരേ സ്പീഡിൽ പോകാനും ആര് സഹായിക്കുന്നു, നമ്മുടെ ഡിഫറൻഷ്യൽ സഹായിക്കുന്നു. ഇത്രയും ഫംഗ്ഷൻ എന്ത് ചെയ്യുന്നുണ്ട്, ഡിഫറൻഷ്യൽ ചെയ്യുന്നുണ്ട്. ഡിഫറൻഷ്യൽ ഈസ് ലൊക്കേറ്റഡ് ഇൻ ബിറ്റ്വീൻ പ്രൊപ്പല്ലർ ഷാഫ്റ്റ് ആൻഡ് റിയർ ആക്സിൽസ്. എവിടേക്കാണ് ഫിറ്റ് ചെയ്തിരിക്കുന്നത്, ഈ പ്രൊപ്പല്ലർ ഷാഫ്റ്റിന്റെ ഇടയിലും ഈ രണ്ട് റിയർ ആക്സിലിന്റെ ഇടയിലാണ് എന്ത് ഫിറ്റ് ആക്കിയിരിക്കുന്നത്, അല്ലെങ്കിൽ അത് സ്ഥിതി ചെയ്യുന്നത്, നമ്മുടെ ഡിഫറൻഷ്യൽ സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, ഡിഫറൻഷ്യൽ ഒരുപാട് പറയാനുണ്ട്, നമുക്ക് അത്രയും പാടായിട്ട് പോകുന്നില്ല. അതിനൊരു ക്രൗൺ വീൽ ഉണ്ടാവും, ക്രൗൺ വീല്, പിന്നീട് അതിന്റെ മുകളില് പിനിയ ഉണ്ടാവും, ക്രൗൺ വീൽ ഉണ്ടാവും, ബേൾ പിനിയ ഉണ്ടാവും, അല്ലെങ്കിൽ ബേം വീൽ ഉപയോഗിച്ചിട്ടും വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ സൺ വീൽ ഉണ്ടാവും, പിന്നെ പ്ലാനറ്റ് പിനിയ എന്ന് പറഞ്ഞിട്ട് ഇവിടെ 2 സൺ വീൽ ഉണ്ടാവും, ഇവിടെ 2 പ്ലാനറ്റ് പിനിയ ഉണ്ടാവും. ഇങ്ങനെ കുറെ ഗിയേഴ്സ് ഒക്കെ ഉള്ള സിസ്റ്റമാണിത്. ഈ പ്ലാനറ്റ് പിനിയൻ ഇവിടെ ഫിറ്റാക്കി ഉണ്ടാവും, ക്രൗൺ വീലും മുകളിൽ രണ്ടും ഫിറ്റാക്കി ഉണ്ടാവും. ഇത് കറങ്ങുമ്പോൾ ഇത് മൊത്തം കറങ്ങും. ഇതിന്റെ എല്ലാം വീഡിയോ ഈ ബെൽഫിനിയൻ ആണ് എവിടെ നിന്ന് വരുന്നത്, നമുക്ക് നമ്മുടെ ദിസ് ഈസ് ബെൽഫിനിയൻ. ഓക്കെ, നമ്മുടെ
പ്രൊപ്പല്ലർ ഷാഫ്റ്റിൽ വരുന്നതാണ് ബേൽ പിനിയൻ. അത് നേരെ ഗ്രൗണ്ട് വീലിലേക്ക് ചെല്ലും. ഗ്രൗണ്ടിൽ നിന്നും ഈ മെക്കാനിസത്തിലൂടെ എന്ത് ചെയ്യുന്നു, റൊട്ടേഷൻ സ്പീഡ് കൂട്ടുകയും കുറയ്ക്കുകയും ഒരേപോലെ ആക്കുകയും എല്ലാം ചെയ്യുന്നുണ്ട്. ഈ ഗ്രൗണ്ട് വീലും ബേൽ പിനിയനുമാണ് നമ്മുടെ ആംഗിള് 90 ഡിഗ്രി ആക്കി കൺവേർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ യൂട്യൂബിലൊക്കെ കണ്ടുപിടിക്കുക. നെക്സ്റ്റ് ലാസ്റ്റ് വൺ, റിയർ ആക്സിൽസ്. These are the rear axis. Is used for transmitting power from the differential to the wheels. ഈ ഡിഫറൻഷ്യലുള്ള പവറിനെ വീലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ റിയർ ആക്സിൽ. ഇറ്റ് ഈസ് മെയ്ഡ് ഇൻ 2 halves. ഇത് 2 halves ആയിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്, ഒരു സിംഗിൾ അല്ല. ഒരു സിംഗിൾ ആണ് എന്ത് സംഭവിക്കുക, ആകെ സിംഗിൾ ആണെങ്കിൽ ഇന്നർ വീല് അല്ലെങ്കിൽ ഔട്ടർ വീല് സ്പീഡും കൂടിയും കുറഞ്ഞൊന്നും ഓടിക്കാൻ എന്ത് കഴിയില്ല. രണ്ടും ഒറ്റ ആക്സിലാണെങ്കിൽ, അപ്പൊ ഇത് രണ്ട് പീസാണ്. ഒരു പീസ് ലെഫ്റ്റ് പീസും ഒരു റൈറ്റ് പീസും, അങ്ങനെ 2 പീസായിട്ടാണ് റിയർ ആക്സില് ഉള്ളത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമുക്ക് ഇതിന്റെ പവർ ട്രാൻസ്മിഷൻ എലമെന്റ്സിനെ കുറിച്ച് പഠിക്കാനുള്ളത്. ഇത് ഓരോന്നിന്റെയും വർക്കിംഗ് നിങ്ങൾക്ക് യൂട്യൂബിൽ നിന്നും വീഡിയോ എടുത്ത് കാണാം. ഡിഫറൻഷ്യലിന്റെ വർക്കിംഗ് ഒക്കെ വളരെ ക്ലിയർ ആയിട്ടും വളരെ രസകരമായിട്ടും നമ്മുടെ യൂട്യൂബുകളിൽ അവൈലബിൾ ആണ്. ഓക്കെ.